അല്ല, KPCC പ്രസിഡന്റ് വളരെ വ്യക്തമായി തന്നെ ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. നടപടികളെ സംബന്ധിച്ച് ആലോചനയിലൂടെ മാത്രമേ കോൺഗ്രസിന് ഒരു തീരുമാനത്തിലെത്തൂ എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞില്ല. കേരളത്തിന്റെ മുന്നിൽ ഒരു പരാതി പോലും ഇല്ലാതെ കേരളത്തിലെ ഏത് ചെറുപ്പക്കാരും ആകാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദവിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഈ പാർട്ടിയാണ് മാറ്റി നിർത്തിയത്. അതോടൊപ്പം ഒരു പരാതി പോലും ഇല്ലാതെ സസ്പെൻഡ് ചെയ്തതും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. അത് സമീപകാലത്ത് നമ്മൾ എവിടെയും ഇതുപോലെ ഒരു നടപടി കേട്ടിട്ടില്ല. ഇന്ത്യയിൽ തന്നെ ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെയും ഒരു പരാതി കിട്ടിയപ്പോൾ ആ പരാതി DGPക്ക് കൈമാറി. കേരളത്തില് ഇത് പറയുമ്പോൾ, ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കയ്യിൽ കിട്ടുന്ന പരാതിയെ പാർട്ടി കമ്മീഷൻ വെച്ച് പാർട്ടിയുടെ രീതികൾ വെച്ചുകൊണ്ട് അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുക്കുന്ന ആളുകളാണ് ഭരിക്കുന്ന CPM അടക്കമുള്ള പാർട്ടികൾ. അപ്പൊ അതുകൊണ്ട് KPCC പ്രസിഡന്റ് വളരെ വ്യക്തമായി തന്നെയാണ് പറഞ്ഞത്. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തതയുണ്ട്. വളരെ അപകടകരമായ രീതിയിൽ സമൂഹത്തിന് വളരെ പ്രയാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള അഭിപ്രായം ഞാനിവിടെ ആവർത്തിക്കുകയാണ്. അല്ലല്ല, അത് അങ്ങനെ പറഞ്ഞതിൽ വല്ല അർത്ഥമുണ്ടോ? കയ്യിൽ പരാതി എന്ന് പറയുന്നത് കയ്യിൽ കിട്ടും. ഏതെങ്കിലും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലൊന്നും ആർക്കും ഒരു നടപടി എടുക്കാൻ പറ്റില്ല. എന്നിട്ട് പോലും ഒരു വ്യക്തത അന്ന് മാധ്യമങ്ങളിലടക്കം വന്നതുകൊണ്ടാണ് പരാതി രേഖാമൂലം ഇല്ലാതെ തന്നെ സസ്പെൻഷൻ നടപടിയിലേക്ക് കോൺഗ്രസ് പാർട്ടി പോയത്. അപ്പൊ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്ത് ഒരർത്ഥവും ഇല്ല. ഒരു നേതാക്കൾക്കും ഇതിനെ സംബന്ധിച്ച് മുൻപ് ഇത് സംബന്ധിച്ചിട്ടുള്ള യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. പറഞ്ഞല്ലോ, ഞാൻ അതിനകത്ത് വ്യക്തത വരുത്തി തന്നെ പറഞ്ഞല്ലോ, ഈ പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എന്നെ പോലെയുള്ളവർക്കുള്ളത്. അത് പാർട്ടി നേതൃത്വവുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഉചിതമായ ഒരു തീരുമാനം ഉടൻ തന്നെ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. അല്ല, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എവിടെ നിന്ന് വന്നാലും അതിനെ ശക്തമായി അപലപിക്കുകയും അതിനകത്ത് പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് എതിരെ വരുമ്പോൾ അതിനെ കോടതിയെ പോലും നാടുകടത്തുന്ന നിലപാടെടുക്കുകയും ഇഷ്ടമില്ലാത്ത ആളുകളുടെ വരുമ്പോൾ അത് ആഘോഷിക്കുകയും ചെയ്യുന്ന നിലപാടൊന്നും ഞങ്ങൾക്കില്ല. കൃത്യമായ നിലപാട് ഏത് സ്ത്രീക്കാണെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നിയമപരമായി തന്നെ അത് നിലപാടെടുക്കണം. ധാർമ്മികമായി പാർട്ടിക്കകത്ത് ഉണ്ടാകരുത് എന്നുള്ള അഭിപ്രായം എല്ലാ കാലത്തും പങ്കുവച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. CPMനകത്ത് പറയുന്നത് പോലെയുള്ള ഇരട്ടത്താപ്പ് നിലപാടൊന്നും ഞങ്ങൾക്കില്ല. രാഹുലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട പെൺകുട്ടി നിരവധി പ്ലാറ്റ്ഫോമുകളിൽ അപമാനിതയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കോടതിയിൽ വളരെ ഗൌരവമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയ റിപ്പോർട്ടിലടക്കമുള്ളത്. എന്നിട്ടും ഇങ്ങനെ തുടർന്ന് എത്ര കാലത്തേക്കാണ് ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞ് സംരക്ഷിക്കാൻ എത്ര കാലത്തേക്ക്? അല്ലല്ല, അത് പറഞ്ഞല്ലോ, അതിനെ സംബന്ധിച്ച് ഞാൻ വ്യക്തമാക്കി. പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള ഈ അപമാനം എന്ന് പറയുന്നത് ഇതിപ്പോ കേരളത്തിൽ ഏറ്റവും മോശകരമായ രീതിയിലേക്ക് അത് പോവുക. അത് ആര് എന്നുള്ളതില്ല. അതിനകത്ത് രാഷ്ട്രീയമോ മറ്റെങ്കിൽ മതമോ മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കുറെ ആളുകള് ഒളിപ്പോര് നടത്തിക്കൊണ്ട് സത്യത്തിൽ ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എല്ലാവരെയും അപമാനിക്കുക. അതിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതിനെ കർശനമായിട്ടുള്ള നിയന്ത്രണം ഇവിടെ വേണം. അതിനകത്ത് രാഷ്ട്രീയത്തിന്റെ കുഴൽക്കണ്ണാടിയിൽ കൂടി നോക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തുന്നതും ശരിയല്ല എന്നതാണ് എന്റെ അഭിപ്രായം. രണ്ടാമത്തെ പരാതിയിൽ ഫെനി നൈനാന്റെ പേര് കൂടിയുണ്ട്. ഫെനി നൈനാനും രാഹുൽ ഒരുമിച്ചാണ് തന്നെ കൊണ്ടുപോയതെന്നുള്ളതാണ് പെൺകുട്ടി പരാതിയിൽ പറയുന്നത്. ഫെനി നൈനാനോട് പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഈ ഘട്ടം വരെ? അല്ല, അതല്ലല്ലോ ഇപ്പൊ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതല്ലേ നമ്മൾ അതിന്റെ അകത്തുനിന്നുള്ള ഒരു ഫോക്കസ് മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഫോക്കസിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അതല്ലേ ഞാൻ ആദ്യം പറയും, ന്യായീകരിക്കില്ലല്ലോ. അത് പറഞ്ഞല്ലോ, ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്കില്ല. ഇത്തരം വിഷയത്തിൽ ഏതൊരു സ്ത്രീയെ ആയാലും, സ്ത്രീക്ക് മാത്രമല്ല അവകാശങ്ങൾ, പുരുഷനെ ആയാലും ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്ന ഈ നടപടിയെ ഞങ്ങൾ ശക്തമായി എതിർക്കും. പക്ഷേ രാഷ്ട്രീയം നോക്കി അവർക്കെതിരെ കേസെടുക്കുക എന്നുള്ളത് നമുക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഡിലേ എന്നുള്ളതല്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഇപ്പൊ CPMനകത്ത് ഇത്തരത്തിൽ പരാതി പോലും പറയാൻ പറ്റുന്നില്ല. അത് ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിൽ ഒരാൾ തീരുമാനം എടുത്ത് താഴേക്ക് അങ്ങ് തീരുമാനം എടുക്കുക. ഞങ്ങളുടെ പാർട്ടിയിൽ കേന്ദ്ര നേതൃത്വമുണ്ട്. ആ നേതൃത്വവുമായിട്ടുള്ള ആശയവിനിമയം നടത്തി വരികയാണ്. ഉടൻ തന്നെ അതിന് കൃത്യമായ ഒരു മറുപടി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ്.
പ്രതീക്ഷിക്കുന്നു പുറത്താക്കണം എന്നുള്ള ഞങ്ങളുടെ എല്ലാം അഭിപ്രായം പാർട്ടി നേതൃത്വം സ്വീകരിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ്.